താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബദലപാതകൾ ചർച്ചയാവുകയാണ്. തുരങ്കപാത പോലെ ചുരമില്ലാത്ത പല പാതകളും വയനാട്ടിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയൊന്നും താമരശ്ശേരി ചുരത്തിന് ബദലാകില്ല. താമരശ്ശേരി ചുരത്തിന്റെ ബദൽപാത ചിപ്പിലത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസാണെന്ന് വയനാട്ടുകാർ പറയുന്നു. താമരശ്ശേരി ചുരംപാതയിലെ ചിപ്പിലത്തോട് നിന്ന് തുടങ്ങി മതിലാവ് വഴി തളിപ്പുഴ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ്. 14 കിലോമീറ്റർ ദൂരമുള്ളതാണ് റോഡ്. കോഴിക്കോട് ജില്ലയിൽ 4.85 ഹെക്ടർ വനഭൂമിയും 21.1 ഹെക്ടർ സ്വകാര്യ ഭൂമിയും, വയനാട് ജില്ലയിൽ EFL-ഉം റിസർവ് വനഭൂമിയും ഉൾപ്പെടെ 12 ഹെക്ടറുമാണ് ഇതിനായി ആകെ ഏറ്റെടുക്കേണ്ടത്. 2 തവണ സർവേ നടത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാണെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതിൽ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിലവിലുള്ള നടത്താൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ സർക്കാർ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി നിലപാടെടുത്തില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു തടസ്സം ഇതിനു മുമ്പിലുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കുറഞ്ഞ ഭാഗം ഫോറസ്റ്റ് ലഭ്യമാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും പല ഭാഗങ്ങളിലും ഇതുപോലെ റോഡ് വെട്ടുമ്പം ഫോറസ്റ്റ് സർക്കാർ വ്യവസ്ഥാപിതമായി നീങ്ങിയെടുത്തും ആത്മാർത്ഥമായി നിലകൊണ്ടെടുത്തൊക്കെ ഫോറസ്റ്റ് ലഭ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചുരത്തിന് അത് തകർച്ചയിലേക്ക് വിട്ടുകൊടുക്കുകയും എന്നിട്ട് മറ്റു ബദൽപാതകളെ കുറിച്ച് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. ദേശീയപാത 766 കോഴിക്കോട് മുതൽ കർണാടക കൊല്ലകൽ വരെ 30 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്നതിന് വേണ്ട പദ്ധതിക്ക് അനുമതിയായിട്ടുണ്ട്. ഇതിൽ അടിവാരം മുതൽ ലക്കിടി വരെയുള്ള ചുരം റോഡ് നിലവിലുള്ള വീതിയിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനം. ഈ വികസന പദ്ധതിയുടെ ഭാഗമായി ബൈപ്പാസ് പരിഗണിക്കുന്ന പക്ഷം ചുരത്തിലെ ഗതാഗത പ്രയാസത്തിന് പരിഹാരമാകും. തുരങ്കപാത അടക്കം മറ്റു പാതകൾ കൂടി യാഥാർത്ഥ്യമായാൽ താമരശ്ശേരി ചുരത്തിലെ തിരക്കിന് കുറവുണ്ടാകും. വയനാട്ടിലെ യാത്രാ പ്രതിസന്ധിക്ക് പരിഹാരം തേടുമ്പോൾ ആദ്യ പരിഗണന ചിപ്പിലത്തോട് തളിപ്പുഴ ബൈപ്പാസിനാകണമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, വയനാട്.